അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ ആരംഭിച്ച സൈനിക സംഘർഷം ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഒരു പുതിയ യുദ്ധമുഖത്തേക്ക് കൂടി വഴിമാറിയിരിക്കുകയാണ്. സമാധാന ചർച്ചകളുടെയും കരാറുകളുടെയും സമ്പൂർണ്ണ തകർച്ചയ്ക്ക് ശേഷം തുടർച്ചയായ ഏഴാം രാത്രിയും ഇറാന് നേരെ അമേരിക്ക ശക്തമായ വ്യോമാക്രമണം തുടരുന്നതിനിടയിലാണ് പ്രത്യാക്രമണവുമായി ഇറാൻ രംഗത്തെത്തിയത്. ഇത്തവണ ഗൾഫ് മേഖലയിലെ യുഎസിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വൻതോതിൽ മിസൈലുകൾ വർഷിച്ചത്. ഈ അപ്രതീക്ഷിത നീക്കം മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കുന്നതാണ്. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിമാണ് ഈ വൻ ആക്രമണത്തിന്റെ വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. അമേരിക്കൻ വ്യോമസേനയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ആയുധപ്പുരയും ഇന്ധന സംഭരണ കേന്ദ്രവുമായ പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് ഇറാന്റെ ഒന്നിനു പിറകെ ഒന്നായി മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ഏരിയൽ റീഫ്യൂവലിംഗ് ടാങ്കറുകൾ നിലയുറപ്പിക്കുന്നതും മിഡിൽ ഈസ്റ്റിലെ അവരുടെ വ്യോമ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതുമായ അതീവ സുരക്ഷാ മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നടന്ന ആക്രമണം വാഷിംഗ്ടണിന് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുള്ള സൈനിക താവളങ്ങളിൽ ഒന്നാണ് സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്. അമേരിക്കയുടെ വിഖ്യാതമായ പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ശത്രുക്കളുടെ ഹ്രസ്വ ഇടത്തരം മിസൈലുകളെ അന്തരീക്ഷത്തിൽ തന്നെ തകർക്കാൻ കെൽപ്പുള്ള താട് പ്രതിരോധ വ്യൂഹവും ഇവിടെ സജ്ജമാക്കിയിരുന്നു. എന്നാൽ ഇവയെല്ലാം ഭേദിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പ്രതിരോധ കോട്ടകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. ഇറാനിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണം കണ്ടെത്തിയ ഉടൻ തന്നെ സൗദി അറേബ്യയിലെ സൈനിക പ്രതിരോധ മന്ത്രാലയം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളായ അൽഖർജ്, യാൻബു എന്നിവിടങ്ങളിൽ ഉടനീളം യുദ്ധകാലാടിസ്ഥാനത്തിൽ എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങി. ശത്രു മിസൈലുകൾ വരുന്നുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെ ജനങ്ങൾക്കിടയിലും കനത്ത പരിഭ്രാന്തി പടർന്നു. സൗദിയുടെ ആദ്യകാല മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉടനടി സജീവമാക്കിയെങ്കിലും ഇത്രയും വലിയൊരു ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ എത്രത്തോളം സാധിച്ചു എന്നതിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം വലിയൊരു നയതന്ത്ര സൈനിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ സൈനിക താവളം ആക്രമിക്കപ്പെട്ടതോടെ ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിലേക്ക് തങ്ങളും വലിച്ചിഴക്കപ്പെടുകയാണോ എന്ന ആശങ്ക സൗദി ഭരണകൂടത്തിനുണ്ട്. ഈ മേഖലയിൽ സമാധാനം നിലനിർത്താൻ സൗദി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് അഭയം നൽകുന്നതിലൂടെ തങ്ങളും ഇറാന്റെ നേരിട്ടുള്ള ശത്രു പട്ടികയിലേക്ക് വന്നിരിക്കുകയാണെന്ന് റിയാദ് തിരിച്ചറിയുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ സ്വീകരിക്കുന്ന നിലപാട് പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന സമാധാന ഉടമ്പടികൾ പൂർണ്ണമായി തകർന്നതാണ് ഇപ്പോഴത്തെ ഈ മഹാവിപത്തിന് ആധാരം. മേഖലയിൽ താൽക്കാലികമായെങ്കിലും ശാന്തത നിലനിർത്തിയിരുന്ന അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും സമാധാന ശ്രമങ്ങളിൽ നിന്നും ഇരുപക്ഷവും പിൻവാങ്ങിയതോടെയാണ് പശ്ചിമേഷ്യ വീണ്ടും ഒരു ചാരക്കൂമ്പാരമായി മാറിയത്. ഈ കരാർ ലംഘനത്തെ തുടർന്ന് അമേരിക്ക ഇറാനെതിരെ പ്രഖ്യാപിച്ച സൈനിക നീക്കം 7ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ആത്മഹത്യാപരമായ പ്രത്യാക്രമണത്തിലൂടെ തങ്ങൾ ഇനിയും കീഴടക്കാൻ തയ്യാറല്ലെന്ന് ഇറാൻ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ പുതിയ സൈനിക തന്ത്രം അമേരിക്കയും ഒപ്പം നാറ്റോ സഖ്യകക്ഷികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇറാന്റെ മണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയ യുദ്ധം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും യുഎസിന്റെ തന്ത്രപ്രധാനമായ സഖ്യകക്ഷികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇത് പശ്ചിമേഷ്യ അമേരിക്കൻ അധിനിവേശത്തിന് നേർക്കുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. വാഷിംഗ്ടൺ എത്രത്തോളം ശക്തമായി തിരിച്ചടിച്ചാലും തങ്ങളുടെ പക്കലുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഗൾഫിൽ എവിടെയുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. യുദ്ധം ഇത്തരത്തിൽ വ്യാപിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയുണ്ടായ ആക്രമണവും യാൻബു പോലുള്ള സൗദി തീരദേശ നഗരങ്ങളിൽ മുഴങ്ങിയ സൈറണുകളും അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതകളുടെ സുരക്ഷയും ഇതോടെ അപകടത്തിലായിരിക്കുകയാണ്. യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ധനവില കുതിച്ചുയരുകയും ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് അത് കാരണമാവുകയും ചെയ്യും. ഇറാനെ പൂർണ്ണമായും നിശബ്ദമാക്കാമെന്ന അമേരിക്കൻ പെന്റഗണിന്റെ കണക്കുകൂട്ടലുകൾക്കാണ് ഈ സംഭവത്തോടെ തിരിച്ചടിയേറ്റത്. കഴിഞ്ഞ 7 ദിവസമായി തുടർച്ചയായി ബോംബുകൾ വർഷിച്ചിട്ടും ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഈ ആക്രമണം വ്യക്തമാക്കുന്നത്.
മാത്രമല്ല സൗദി മണ്ണിലെ അമേരിക്കൻ സാന്നിധ്യത്തെ ലക്ഷ്യമിടുക വഴി അറബ് ലോകത്തെ തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് എത്രത്തോളം കഴിയുമെന്ന കാര്യവും ഇപ്പോൾ ആശങ്കയുയർന്നിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വൻ ശക്തി രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലുകൾ മാത്രമാണ് ഈ യുദ്ധം കൂടുതൽ വഷളാക്കാതിരിക്കാനുള്ള ഏക പോംവഴി. എന്നാൽ യുഎസും ഇറാനും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യതകൾ വളരെ മങ്ങിയതാണ്. മേഖലയിലെ മറ്റ് രാജ്യങ്ങളായ UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അതീവ ജാഗ്രതയിലാണ്. അമേരിക്ക ഇറാനെതിരെ കൂടുതൽ ശക്തമായ വ്യോമാക്രമണത്തിന് മുതിർന്നാൽ ഇറാന് ഇനിയും വലിയ രീതിയിലുള്ള മിസൈൽ മഴ പെയ്യിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. പശ്ചിമേഷ്യ ഒന്നാകെ വിഴുങ്ങാൻ പോന്ന ഒരു പ്രാദേശിക മഹായുദ്ധത്തിന്റെ തുടക്കമായാണോ ഇതിനെ കാണേണ്ടതെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. വരും മണിക്കൂറുകളിൽ അമേരിക്കയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഉണ്ടാകുന്ന ഔദ്യോഗിക പ്രതികരണങ്ങളും സൈനിക നീക്കങ്ങളും ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എങ്ങോട്ടാണെന്ന് നിശ്ചയിക്കും. ഇറാന്റെ ഈ വൻ തിരിച്ചടിക്ക് അമേരിക്ക എവിടെ എങ്ങനെ പ്രതികാരം ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ലോക സമാധാനം.